നമ്മൾ എവിടെയെങ്കിലും എന്തിൻ്റെങ്കിലും കൺട്രോളിലാണെന്ന് നമ്മൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതൊരു തോന്നൽ മാത്രമാണ്, മനസ്സിലായോ? ആ തോന്നലിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ സത്യത്തിൽ ആ തോന്നലാണ് നമ്മൾ ഉറപ്പിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഉറപ്പിച്ച് പറയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ ഈ തോന്നലാണ് അവിടെ ഉറക്കുന്നത്. ഓ, ഞാൻ ഇയാളുടെ കൺട്രോളിലായി പോകുന്നുള്ള. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടെ ലൈഫിലൊരു ഉറപ്പില്ല, അല്ലെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ പ്രപഞ്ചത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിന് നമുക്കൊരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റൊരാൾ പറയുന്ന കാര്യത്തിൽ പെട്ടുപോയിട്ട് അയാൾ നമ്മളെ കൺട്രോൾ ചെയ്യുമെന്ന് തോന്നുന്നത്. അപ്പം നമ്മൾ എന്തിൻ്റെ കൺട്രോളിലാണ്? അപ്പം നമ്മൾ ഉറപ്പില്ലാത്തൊരവസ്ഥയുടെ കൺട്രോളിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണത്. അല്ലാതെ വേറൊരാൾക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാക്കണം എന്ന് പറയാൻ ആർക്കും കഴിയൂല. കാരണം ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതിലാരെങ്കിലും എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പം അങ്ങനെ നടക്കുമെന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ മറ്റ് പലതും കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരാൾ കുറച്ച് സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ക്ലാരിറ്റിയുള്ള ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പം അയാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ അയാളെ വിക്റ്റിമായി പോകുന്നു. ഓക്കെ, അങ്ങനൊരു സംഭവം ഇല്ല, മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ സ്റ്റാൻഡ്, നമ്മളെ എണീറ്റ് നിൽക്കുന്ന അവസ്ഥക്കാണ് നമ്മൾ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ആ എണീറ്റ് നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ നടത്തിക്കുന്നത്. അല്ലാതെ നമ്മളെ വേറെ ആര് വിചാരിച്ചാലും നടത്തിക്കില്ല. ഈവൻ ചെറുപ്പത്തിൽ പോലും നമ്മളെ എണീറ്റ് നിർത്ത കാരണം കൊണ്ടാണ് ഒരാൾക്ക് നമ്മളെ കൈ പിടിക്കാൻ സാധിച്ചത്, അല്ലേ? അല്ലാതെ നമ്മളെ കൈ പിടിച്ചാരും നടത്തിച്ചതല്ല. നമ്മളിലുള്ള ആ ശക്തി കൊണ്ട് നമ്മളെ എണീറ്റ് നിന്ന് ആ എണീറ്റ് നിന്ന പവറിനൊരാളൊരു കൈത്താങ്ങ് തന്നെന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? അല്ലാതെ ആ ശക്തി ഇല്ലെങ്കിൽ ആരെ കൊണ്ടും നടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മറ്റൊരാളെ ആശ്രയിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ നിയന്ത്രിക്കുകയോ എന്നുള്ള, ഇനി മതമായാലും രാജ്യമായാലും ഗവൺമെൻറ് ആയാലും നമ്മളാരും നിയന്ത്രിക്കണില്ല. ആ തോന്നലെടുത്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മതി, മനസ്സിലായോ?